ഹായ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ പരിപാടി തുടങ്ങുന്നത് ബേക്കിൽ കാണുന്ന പ്ലാന്റിൽ വെച്ചാണ്. അപ്പോൾ താറിങ്ങിൻ്റെ പരിപാടിയാണ് കേട്ടോ. നമ്മുടെ പ്ലാന്റൊക്കെ രാവിലെ തന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ വണ്ടി താറിങ്ങിൻ്റെ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് അവിടെ വെക്കണം, പ്ലാന്റിലോട്ട് വെക്കണം. അപ്പോൾ അത്യാവശ്യം ഇന്ന് നല്ല രീതിയിലുള്ള മഴക്കാറ് മൊത്തം മൂടിക്കെട്ടിയിട്ടുണ്ട്. എന്നാൽ പോലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ താറിങ്ങിൻ്റെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാനും വയനാടനും കൂടി ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഓണമൊക്കെ ആയില്ലേ, ഇത് ഇവിടെയൊക്കെ മൊത്തം പൂക്കളാണ് കേട്ടോ. ഇഷ്ടംപോലെ പൂക്കളുണ്ട്. ഇതൊരു അടിപൊളി ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ്, മൊത്തം പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു അരമണിക്കൂർ എന്തായാലും കഴിയും. നമ്മുടെ പ്ലാന്റ് ഒന്ന് സെറ്റായി വരണം, അതൊക്കെ ഒന്ന് ചൂടായി റെഡിയായി വരണം. അപ്പോൾ ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പം നമ്മുടെ അനീഷേട്ടനുണ്ട്. ഹായ്. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്. വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. മഴ പെയ്താൽ മാത്രമേ നമുക്ക് പണി കിട്ടുള്ളൂ. എന്നാലും വലിയ തെളിച്ചമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനിയിപ്പോൾ ഇന്ന് ഫോർത്ത് റീച്ചിലേക്കാണ് പോകുന്നത്. ഫോർത്ത് റീച്ച് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫ്ലൈ ഓവറിൻ്റെ അടിയിലോട്ട്, കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ പല വണ്ടികളും നമ്മുടെ പ്ലാന്റിൽ നിന്ന് ലോഡാക്കുന്നുണ്ട്. അത് പല പല സ്ഥലത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വണ്ടി ലോഡാക്കുന്നത് കുമ്പള, മംഗൾപ്പാടി ആ ഏരിയയിലോട്ടാണ്. എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ദേ ഇങ്ങനെ വെച്ച് പിടിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഹൊസങ്കടി ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. ടൗണൊക്കെ അത്യാവശ്യം ചെറിയ രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഹൊസങ്കടി നമ്മുടെ പാലത്തിൻ്റെ മുകളിലായിട്ട് ഇത് ഹാൻഡ് റെയിലിൻ്റെ പരിപാടികളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ മൊത്തം ഹാൻഡ് റെയിൽ വെച്ചു. അതിൻ്റെ അടിയിലായിട്ട് കർവ് കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹൊസങ്കടി കുന്ന് ഇത്രത്തോളം ആയിട്ടുണ്ട്. നമ്മുടെ ഇറ്റാച്ചി മുകളിൽ കാണാം കേട്ടോ. കണ്ടോ, നമ്മളെന്തായാലും ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് നല്ല രീതിയിലുള്ള വെയിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കാലാവസ്ഥ ഒന്നും പറയാൻ പറ്റില്ല. ഇടയ്ക്കിടെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലാവസ്ഥയാണ്. അപ്പോൾ ഇന്നലെ നമ്മളിത് ഇവിടെയായിരുന്നു താറിങ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്ന് നേരെ കാസർഗോഡ് ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് പോവാണ്, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത്. അപ്പം അവിടെയാണ് നമുക്കിന്ന് താറിങ് വരുന്നത് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല വെയിലുള്ളത് കൊണ്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഒരു വണ്ടി ഇതേ മണ്ണുമായിട്ട് അതുവഴി പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇതേ ഇവിടെയൊക്കെ പെയിന്റ് അടി പരിപാടികൾ നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നിരത്തി പെയിന്റ് അടിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്ലൈ ഓവറിന്റെ അടിയിലൊക്കെ മൊത്തത്തിൽ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഈ പച്ച ഷീറ്റൊക്കെ ഇട്ടത് പെയിന്റ് പുറത്തോട്ട് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൊത്തം സ്പ്രേ പെയിന്റും കാര്യങ്ങളൊക്കെയാണ്. ഒരു വണ്ടി ഇവിടെ നല്ല കട്ട പുക തുപ്പി പോകുന്നുണ്ട്. അതേപോലെ ഇവിടെയൊക്കെ കണ്ടോ, നല്ല പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലുകാർക്കൊക്കെ നല്ല സുഖമായിട്ടുണ്ട്. അതേപോലെ റോഡിന്റെ വീതിയൊക്കെ നോക്കി കണ്ടോ, നല്ല വീതിയും വരുന്നുണ്ട് ഇവിടെ റോഡിന്റെ സർവീസ് റോഡിന്. അതേപോലെ തന്നെ ഇതിന്റെ താഴെയായിട്ട് ഇപ്പോൾ ഓരോ വർക്കുകൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇന്റർലോക്കിന്റെ പണിയൊക്കെ കഴിഞ്ഞു, കോൺക്രീറ്റ് ഒക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഈ മണ്ണൊക്കെ ഇട്ട ഏരിയയിലൊക്കെ ഇനിയിപ്പോൾ ഓരോ പരിപാടികൾ വരാനുണ്ട്. അതേപോലെ ഓരോ ഫില്ലറുകളും പെയിന്റ് അടിക്കാനുണ്ട്. അങ്ങനത്തെ ഓരോരോ പണിയാണ് ഇനി കാസർഗോഡ് ഫ്ലൈ ഓവറിന്റെ അടിയിലായിട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ക്രെയിനുകൾ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. എല്ലാം പെയിന്റിങ് വർക്ക്, അതുപോലെ തന്നെ പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രെയിനാണ്. കണ്ടോ, ഇവിടെയൊക്കെ പാർക്കിങ്ങിനുള്ള സൗകര്യം കണ്ടോ, നല്ല ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫ്ലൈ ഓവർ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെ വളഞ്ഞു പോകുന്ന ഒറ്റത്തോണിലുള്ള ഫ്ലൈ ഓവർ. അപ്പൊ നമ്മൾ സൈറ്റിലെത്തിയിട്ടുണ്ട്.
നമ്മുടെ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കി കേട്ടോ. കാരണം ഇവിടേക്ക് ഒന്ന് ട്രാഫിക് ഒന്ന് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ പേവർ എടുത്ത് മാറ്റി വെക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത താറിങ്ങിൻ്റെ പണിയാണ്. അപ്പം അതിലൂടെ ഇപ്പോൾ വണ്ടി ഓടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റിലെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊടിയൊക്കെ അടിച്ച് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ എമഷൻ അടിക്കണം. എന്നിട്ട് വേണം നമുക്ക് താറിങ്ങിൻ്റെ പരിപാടി ചെയ്യാൻ. അപ്പോൾ നമ്മുടെ എമഷൻ അടി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് നല്ല അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ താറിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത് ചെറിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക. കാരണം ഈ റോഡിൻ്റെ പണി കഴിഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ പേവർ ഇറങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ നമ്മൾ താറിങ്ങിൻ്റെ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറിയ രീതിയിലുള്ളൊരു ഡിപ്പ് പോലെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യം ഒന്ന് ലെവലാക്കി എടുക്കണം. ഇതൊക്കെ നമ്മുടെ പേവറിൻ്റെ ലെവലിനെ അത് ബാധിക്കും കേട്ടോ. അപ്പോൾ നല്ല ചുട്ട് പഴുത്ത താർ മിക്സ് നമ്മുടെ വർക്കേഴ്സൊക്കെ ഇങ്ങനെ കുത്തി മറിയുന്നുണ്ട് എടുത്തിട്ട്. അതേപോലെ നമ്മുടെ റോളർ ഇത് ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തൊന്നും നിൽക്കാൻ പോലും പറ്റില്ല കേട്ടോ. നല്ല രീതിയിലുള്ള ചൂടാണ്. എങ്ങനെ പോയാലും ഒരു 100 ഡിഗ്രീൻ്റെ മുകളിൽ ചൂട് എന്താ പറയുക ഈ സാധനത്തിനുണ്ട്. അപ്പം അതിൽ നിന്നാണ് നമ്മുടെ വർക്കേഴ്സൊക്കെ ഇങ്ങനെ വാരി വിതറുന്നത്. അതേപോലെ നമ്മുടെ പേപ്പർ ഇവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ടിപ്പർ പേരിലോട്ട് താട്ടണം. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മിക്സ് പേപ്പറിൽ നിന്ന് പുറത്തേക്ക് വരാൻ തുടങ്ങി. നമ്മുടെ വണ്ടി ഇതേ പേപ്പറിലോട്ട് മിക്സ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഇടിവെട്ടി ചൂടാണ്. ഇവിടെ ഉണ്ട്. നമ്മളെന്തായാലും പേപ്പറിൻ്റെ ലെവലൊക്കെ ഇങ്ങനെ സെറ്റപ്പാക്കി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്കൂടെ കൺട്രോൾ ചെയ്യണം. അതേപോലെ നമ്മുടെ പ്രജിലാട്ടം ഇവിടെ വന്ന് ഇതിൽ ഹൈറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 17 mm ഹൈറ്റ് പൊക്കിയിട്ടുണ്ട്. 18 mm ഇപ്പോൾ ഹൈറ്റ് പൊക്കിയിട്ടാണുള്ളത്. അത് നമ്മുടെ റോളറിന് അടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഓപ്പറേറ്റർ ഇല്ലാതെ നമ്മുടെ പേപ്പർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആളില്ല, വണ്ടി ഇങ്ങനെ വലിച്ചു പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ പ്രജിലാട്ടൻ അതിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം ലെവൽ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ നമ്മുടെ പേപ്പറിൻ്റെ സാധനം ഇത്രത്തോളം വരും. ബാക്കിയുള്ള ചെറിയ ഏരിയ നമ്മുടെ വർക്കേഴ്സ് ഇങ്ങനെ കുത്തിച്ചാടി ഇടുകയാണ്. ചെറിയ രീതിയിലുള്ള ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേപ്പർ വലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. റോളർ അടി തുടങ്ങിയിട്ടുണ്ട്.
കണ്ടോ, ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മുടെ വർക്കേഴ്സ് ഇങ്ങനെ ഫിനിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് ഒന്ന് റോൾ അടിച്ച് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ കുറേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ മാറും. അപ്പം നമ്മുടെ PTR ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ എഞ്ചിനീയർ വിനീഷ് ചേട്ടനും ഇവിടെ ഉണ്ട്. നമ്മളെ റോഡ് ഇത് ഓപ്പൺ ആക്കി കേട്ടോ. മൊത്തം നമ്മുടെ റോളറും PTR ഒക്കെ അടിച്ച് റോഡ് മൊത്തത്തിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം മൈജിയുടെ ഉദ്ഘാടനത്തിന് നമ്മുടെ ആസിഫിക്ക ഇവിടെ വരുന്നുണ്ട്. അപ്പം അതിൻ്റെതായ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇഷ്ടംപോലെ പോലീസൊക്കെ ഇവിടുന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും നമ്മുടെ റോഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മളിതാ കാസർഗോഡിൻ്റെ ടൗണിലൂടെ നമ്മുടെ പേവറിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ അവിടുത്തെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാസർഗോഡ് ഫ്രണ്ടിൽ കാണുന്ന നമ്മുടെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായിട്ട് അവിടെയാണ് ടാറിങ്ങിൻ്റെ പരിപാടി ചെയ്യേണ്ടത്. നമ്മുടെ പ്രജിലാട്ടനാണ് കേട്ടോ ഓപ്പറേറ്റർ. അതേപോലെ നമ്മുടെ പേവറിൻ്റെ പിറകിലായിട്ട് ഇത് നമ്മുടെ ടിപ്പറും വരുന്നുണ്ട് കേട്ടോ. 2 ടിപ്പറുണ്ട്. നമ്മുടെ ടിപ്പറിൻ്റെ ബേക്കിലായിട്ട് വേറൊരു ടിപ്പറും കൂടി ഉണ്ട്. ഇപ്പം ഇവിടെയൊക്കെ നല്ല മാരകമായ ബ്ലോക്കാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മൈജി ഫ്യൂച്ചറിൻ്റെ ഉദ്ഘാടനമാണ്. ഇത് ദൂരെയായിട്ട് കാണാം. അപ്പോൾ അവിടെ ആസിഫ് അലി വരുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അനീഷ് ചേട്ടൻ്റെ ഇതുവരെ നടന്നു വരുന്നുണ്ട്. അപ്പം നമ്മുടെ JCB ഇതേ റോഡിൻ്റെ എഡ്ജൊക്കെ കട്ട് ചെയ്ത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ കംപ്രസർ ഇവിടുന്ന് പൊടിയൊക്കെ അടിച്ചു പോകുന്നുണ്ട്. നമ്മുടെ പേവർ ഇവിടെ വെയിറ്റിംഗിലാണ് കേട്ടോ. അതേപോലെ നമ്മുടെ 2 വണ്ടികളിൽ കാർണിച്ച് ലോഡാക്കി ഇവിടെ നിർത്തിയിട്ടുണ്ട്. തൊട്ട് പിറകിലായിട്ട് നമ്മുടെ MSM വണ്ടിയുണ്ട്. നമ്മുടെ ജിജോ ഇവിടുന്ന് തിരിഞ്ഞു കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കംപ്രസറിൻ്റെ ഡ്രൈവറാണ്. ഇപ്പം കണ്ടോ, പൊടിയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ അടിച്ചടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പേവർ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം ഈ ഭാഗങ്ങളിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി പേവറിലോട്ട് വെക്കണം. കാസർഗോഡ് ടൗണിൽ അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. നമ്മൾ പിന്നെ ഫ്ലൈ ഓവറിൻ്റെ അടിയിലായതുകൊണ്ടാണ് വലിയ കുഴപ്പമില്ലാത്തത്. അപ്പോൾ ഈ റൗണ്ടോ ബോട്ടിൻ്റെ ഉള്ളിലാണ് നമുക്ക് താറിയേണ്ടത്. ഇവിടെ നമ്മുടെ പേവർ വലിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേവർ ഇതേ ഇത്രത്തോളം വലിച്ചു. ഇനി മാറ്റി വെക്കണം. ഇനി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വലിച്ചു വരണം. അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ പേവറിലോട്ട് വെക്കാൻ വേണ്ടി പോവാണ്. പേവർ ഇവിടത്തേക്ക് മാറി നിന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ബ്ലോക്കൊക്കെ ആയി കേട്ടോ.
ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മളിതാ വീണ്ടും താറിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കാലാവസ്ഥയിൽ മാറി വന്നിട്ടുണ്ട് കേട്ടോ. വെയിലൊക്കെ പോയി ഇപ്പോൾ മഴ വരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ നമ്മുടെ താറിങ് പരിപാടിയൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മള് എന്തായാലും നമ്മുടെ നായിക്കാവ് പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. പുറത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. ഇതേ നോക്കിയാണ്ടോ, മഴ ഇപ്പൊ ഒന്ന് സ്ട്രോങ് കുറഞ്ഞതേ ഉള്ളൂ. നല്ല രീതിയിൽ ഇത്ര നേരം മഴ പെയ്തിരുന്നു. എന്നാൽ പോലും ആകാശമൊക്കെ നല്ല ഡാർക്കായിട്ടാണ് ഉള്ളത്. സമയം ഇപ്പൊ ഏതാണ്ട് 4 മണിയായി കേട്ടോ. 4 മണിക്കുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മൊത്തം ഇരുണ്ട് മൂടി കെട്ടിയിട്ടാണുള്ളത്. നമ്മുടെ അനീഷാണ് എന്തേ ഇവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുമ്പളെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ താറിങ്ങിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് GSB എടുത്ത് എവിടെയോ തട്ടാനുണ്ട്. സ്ഥലം എവിടെയാണെന്നുള്ള മനസ്സിലായില്ല. അപ്പൊ കുമ്പളെത്തിയ പാട് തന്നെ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റോഡിന്റെ നടുവിലൊക്കെയാണ് കേട്ടോ വണ്ടി കൊണ്ടുവെക്കുന്നത്. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണ്ടോ, ഈ വണ്ടിയൊക്കെ മൊത്തം റോഡിന്റെ നടുവിലാണുള്ളത്. അപ്പൊ നമ്മളെന്തായാലും നായിക്കാവ് പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. വലിയൊരു മഴ വരുന്നുണ്ട് കേട്ടോ. ആകാശമൊക്കെ മൊത്തം മൂടിക്കെട്ടി തുടങ്ങി. അപ്പൊ നമ്മള് നമ്മുടെ നായിക്കാപ്പ് പ്ലാന്റിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഗേറ്റ് പാസ് വാങ്ങണം. എന്നിട്ട് വേണം നമുക്ക് ഉള്ളിലോട്ട് പോവാൻ. അതേപോലെ നമ്മുടെ ലിജി ചേട്ടൻ അതുവഴി നടന്നു വരുന്നുണ്ട്. ഇപ്പൊ ഗേറ്റ് പാസ് കിട്ടി. നമ്മുടെ 2 ടൈലർ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടേ. വർക്ക് കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോ നമ്മുടെ കോൺക്രീറ്റിന്റെ പരിപാടികൾ ഇവിടെ നല്ല കാര്യമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. കാരണം നമ്മുടെ റെഡി മിക്സ് വണ്ടികളൊക്കെ പ്ലാന്റിൽ നിന്ന് ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ ആകാശമൊക്കെ മൂടി കെട്ടി ഇരുണ്ട് മൂടിയിട്ടാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ വണ്ടിക്കകത്തോട് GSB ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല കാറ്റും മഴയും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് GSB ഒക്കെ ലോഡ് ചെയ്ത് പ്ലാന്റിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോഴും നല്ല മൂടിക്കെട്ടിയ കാലാവസ്ഥയാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നേരെ ആരിക്കാടി ഭാഗത്തോട്ടാണ് ലോഡ് കട്ടേണ്ടത്. നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ഇവിടെ ലോഡ് തട്ടിയിട്ടുണ്ട്. അവിടുന്ന് നേരെ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോ നേരെ പോയി ഡീസൽ അടിക്കണം. അതാണ് അടുത്ത പരിപാടി. അത് കഴിഞ്ഞതിന് ശേഷം വേറെ പരിപാടിയൊന്നുമില്ല. നേരെ റൂമിലോട്ടേക്ക് പോകണം. അപ്പൊ നമ്മൾ പോയി ഉപ്പള കയറ്റെത്തിയിട്ടുണ്ട്. ട്രെയിനൊക്കെ പോകുന്ന അതിമനോഹരമായ ഒരു കാഴ്ച കാണാം. അതേപോലെ നിർത്താതെയുള്ള മഴയാണ് കേട്ടോ. മൊത്തം മൂടിക്കെട്ടിയിട്ടുള്ള മഴയാണ്.